ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു കുഞ്ഞ് റിയാക്ഷൻ വീഡിയോ പോലെ ചെയ്യുന്നതാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്ന് തോന്നി. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക, തരംഗമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നമ്മളുടെ ബസ്സിലെ ഇഷ്യൂ എന്ന് പറയുന്നത്. ആ ഒരു സ്ത്രീ റീച്ചിന് വേണ്ടി മാത്രമാണ് ചെയ്തതെന്ന് പുള്ളിക്കാരിയുടെ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ആ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ട് ആ ഒരു ആരോപണ വിധേയനായ ആ ഒരു മനുഷ്യൻ. അത് പുള്ളിക്കാരനിപ്പം ജീവനോടെ ഇല്ല. അത് കേട്ടപ്പോൾ എന്താ പറയുക, വല്ലാത്ത വിഷമവും. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. പുള്ളിക്കാരൻ ആത്മഹത്യ എന്നുള്ള ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തൊക്കെ ആരോപണങ്ങൾ വന്നാലും, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ആരോപണങ്ങൾ വന്നാലും നമ്മൾ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. അതിനൊക്കെ എല്ലാത്തിനോടും പ്രതികരിക്കണമെന്നല്ല പറയുന്നത്. ആവശ്യമുള്ളിടത്ത് മാത്രം പ്രതികരിച്ചിട്ട് ബാക്കി എല്ലായിടത്തും നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുക. നമ്മുടെ വീട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ പുറത്തുള്ളവരെ എന്തിനു പേടിക്കണം. പക്ഷേ എന്തൊക്കെ നമ്മളിപ്പോൾ ന്യായീകരിച്ച് പറഞ്ഞാലും പുള്ളിക്കാരൻ്റെ ജീവന് പകരം കൊടുക്കാനായിട്ട് ആർക്കും പറ്റത്തില്ല. ആരുടെയും വാക്കുകൾക്ക് പറ്റത്തില്ല പുള്ളിക്കാരൻ്റെ ജീവൻ എന്ന് പറയുന്നത് തിരിച്ചു കൊടുക്കാനായിട്ട്. ആ ആളിൻ്റെ അമ്മയ്ക്കോ വീട്ടുകാർക്കോ ഒന്നും ആ ഒരാളെ തിരിച്ചു കൊടുക്കാനായിട്ട് ആർക്കും പറ്റത്തില്ല. അത് ചിന്തിക്കേണ്ടത് ഒരേ ഒരു സ്ത്രീയായിരുന്നു. ആ ആളിനെ, മരിച്ച ആളിനെ ഇത്രത്തോളം നാണം കെടുത്തി എന്താ പറയുക, മാനത്തിന് വില പറയുന്ന രീതിയിൽ ഒരു വീഡിയോ പടച്ചു വിട്ടപ്പോൾ അവൾക്കിപ്പം സന്തോഷമായി കാണും അല്ലേ? ഒരു മനുഷ്യൻ്റെ ജീവൻ ഇല്ലാതാക്കി കളഞ്ഞപ്പം എന്തുമാത്രം സങ്കടവും വിഷമവും അനുഭവിച്ചിട്ടായിരിക്കും ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴല്ലേ വീട്ടുകാരുടെ നാട്ടുകാരുടെ മുമ്പിൽ തെറ്റുകാരനാവോ, നാണക്കേട് താങ്ങാൻ പറ്റാതെ ഒരു നിമിഷം തോന്നിയ ഒരു തോന്നലായിരിക്കാം ആത്മഹത്യ എന്ന് പറയുന്നത്. അതിലോട്ട് നയിച്ചത് ഒരു സ്ത്രീയും. അവരുടെ വീഡിയോ പലരും ഇതിനോടകം യൂട്യൂബിലും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും കണ്ടു കാണും ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് പുള്ളിക്കാരി അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കുകയാണ്. അങ്ങനെ പറയാനായിട്ട് കഴിയുന്നുള്ളൂ. അത്രയ്ക്ക് ദേഷ്യവും സങ്കടമുണ്ട്. കാരണം തെറ്റ് ചെയ്യാത്ത ഒരാളെ ശിക്ഷിച്ചു അതിന് വേണ്ടിയിട്ട്, സ്വന്തം കാര്യം നേടാൻ വേണ്ടിയിട്ട്, അതായത് സ്വന്തം റീച്ചിന് വേണ്ടിയിട്ട്, സോഷ്യൽ മീഡിയയിലെ റീച്ചിന് വേണ്ടിയിട്ടാണ് അവള് ഇങ്ങനെയൊക്കെ ചെയ്തേക്കുന്നത്. അത്രയ്ക്ക് ദേഷ്യമുണ്ട്. ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, അങ്ങോട്ട് ഇടിച്ചു കയറി ചെല്ലുക. ആ മനുഷ്യൻ്റെ ഫ്രണ്ടിൽ കുറേ വേറെ ആണുങ്ങൾ നിൽപ്പുണ്ട്. അവരുടെ അടുത്തായിട്ടാണ് ഈ ഒരു മനുഷ്യൻ നിൽക്കുന്നത്. അതിൻ്റെ ബാക്കിൽ ചെന്നിട്ട് അങ്ങോട്ട് തെള്ളിക്കയറി നെഞ്ചും കാണിച്ചുകൊണ്ട് അങ്ങോട്ട് നെഞ്ച് അയാളുടെ കയ്യിലോട്ട് തട്ടി നിന്നിട്ട് അയാൾ തട്ടി എന്നുള്ള രീതിയിൽ അവൾ വീഡിയോ പടച്ചുണ്ടാക്കി. ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അവൾക്ക് റീച്ചിന് വേണ്ടിയിട്ട് അവൾ കാട്ടിക്കൂട്ടുന്ന കോനാബീച്ചുകളാണ് അതെന്ന്. അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു സെൽഫി എടുക്കാൻ വേണ്ടി നിൽക്കും പോലെയാണോ ഇങ്ങനൊരു ഒരു സ്ത്രീക്ക് ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ സെൽഫി എടുക്കാൻ നിൽക്കുന്ന പോലെ ചിരിച്ചുകൊണ്ടാണോ ആ ഒരു വീഡിയോ പകർത്തുന്നത്? ഒന്നുകിൽ ഒരു ദേഷ്യം, അല്ലെങ്കിൽ ഒരു വിഷമം, അല്ലെങ്കിൽ ഒരു ദയനീയ അവസ്ഥ. ഇത് ഏതെങ്കിലും ഒന്നായിരിക്കും ഒരു പെണ്ണെന്നുള്ള നിലയിൽ ഒരു പെണ്ണിൻ്റെ മുഖത്ത് ആ ഒരു സമയത്ത് വരുന്നത്. നമ്മളെല്ലാവരും പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ പബ്ലിക് ബസ്സിൽ നമ്മൾ യാത്ര, അത് പ്രൈവറ്റ് ആയിക്കോട്ടെ KSRTC ആയിക്കോട്ടെ, ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ളവരായിരിക്കും ഏതെങ്കിലും ഒരു സമയത്ത്. ഏറെക്കുറെ എല്ലാ സ്ത്രീകൾക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ, ശരിക്കുമുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. പല ആണുങ്ങളിലൂടെയും വൃത്തികെട്ടവന്മാരും ഉണ്ട്, ഇല്ല എന്നല്ല. എല്ലാ ആണുങ്ങളെയും ന്യായീകരിച്ച് പറയുമല്ല. ഇങ്ങനെ നിരപരാധികളായിട്ടുള്ള കുറച്ച് പേരുണ്ട്. അതല്ലാതെ തന്നെ കുറേ എന്താ പറയുക, ബസ്സിലോ ഇല്ലെങ്കിൽ പബ്ലിക്കിൽ കാണുന്ന പെണ്ണുങ്ങളെ മൊത്തം വേറെ കണ്ണുകളോടെ കാണുന്ന കുറേ അവന്മാരും ഉണ്ട്, ഇല്ല നല്ല പറയുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഈ ഒരു പെണ്ണ് വീഡിയോ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ള സ്ത്രീകൾക്ക് ശരിക്കും നടന്ന സംഭവങ്ങൾ പലർക്കും ഇതുപോലത്തെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ട് അവരത് വീഡിയോ എടുത്ത് ആ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കുന്ന വീഡിയോസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പലരുടെയും വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതേപോലെ റീച്ച് ആവാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും പുള്ളിക്കാരി ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തതെന്ന് തന്നെ നമ്മൾ പറയണം. കാരണം അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു വീഡിയോ അതേ രീതിയിൽ സ്ക്രിപ്റ്റഡ് ആണെന്ന് നമുക്കത് കണ്ടാൽ തന്നെ അത് മനസ്സിലാവും. തട്ടുന്നു കൈ ഇങ്ങനെ ജസ്റ്റ് ഒരു സ്ത്രീയുടെ, പുള്ളിക്കാരൻ തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഇങ്ങനെ ചെയ്യുന്നതും ഈ പെണ്ണ് നിൽക്കുന്നതും ഒന്നും. പക്ഷേ പുള്ളിക്കാരനെ അപ്പുറത്തെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ബാഗ് പിടിക്കണം, പുള്ളിക്കാരനെ തന്നെ മാനേജ് ചെയ്യണം. ബസ്സിലാണ് നിൽക്കുന്നത്. അപ്പോൾ
ബാക്കിലൊരു സ്ത്രീ ഉണ്ട്, അവരെ ഒന്ന് കൈ തട്ടുന്നു എന്ന് കണ്ടപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി. എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് മനസ്സിലായ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ബാക്കിലൊരു സ്ത്രീ ഉണ്ട്, അവരെ തട്ടുന്നു മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരെ ഫ്രണ്ടിലോട്ട് നീങ്ങുന്നുണ്ട്. അതിന്റെ പുറകെ ഇവള് തള്ളിപ്പിടിച്ചോണ്ട്, ഇവിടെ നെഞ്ചും തള്ളിപ്പിടിച്ചോണ്ട് ഇവള് ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട് പുള്ളിക്കാരന്റെ ബാക്കിൽ കൂടെ. അതും ആ വീഡിയോ കൂടെ വ്യക്തമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. നമ്മൾ ചോറ് തന്നെ കഴിക്കുന്ന മനുഷ്യരല്ലേ, അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ കാണുമ്പോൾ ഇവള് ആ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ തന്നെ ആ വീഡിയോയുടെ താഴെ ഇതേപോലത്തെ കമന്റുകൾ വന്നിട്ടുണ്ട്. അതിന് മോശമായിട്ടൊന്നും ഇല്ലല്ലോ, പുള്ളിക്കാരൻ മോശമായിട്ടൊന്നും ടച്ച് ചെയ്യുന്നില്ലല്ലോ എന്ന് വന്നപ്പോഴത്തേനും പുള്ളിക്കാരി ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ആക്കി കഴിഞ്ഞ് പിന്നെ അടുത്തത് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് പിന്നെയും വന്നു. പിന്നെ പുള്ളിക്കാരൻ എല്ലാവരും ഇപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു സ്ത്രീ വന്നിട്ട് ഒരു പുരുഷൻ എന്നെ അങ്ങനെ ചെയ്തു, എന്നെ അവിടെ തൊട്ടു ഇവിടെ തൊട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ അതിൻ്റെ സത്യാവസ്ഥ പോലും മനസ്സിലാക്കാതെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ കിടന്നുകൊണ്ട് ജഡ്ജ്മെൻറ്റ് നടത്തുന്ന, സത്യാവസ്ഥ മനസ്സിലാക്കാതെ ജഡ്ജ്മെൻറ്റ് നടത്തുന്ന കുറേ എണ്ണങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ട് എത്തിയപ്പോഴത്തേനും സ്വാഭാവികമായിട്ടും ആ ഒരു മനുഷ്യന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഒരു പാവ മനുഷ്യനായിരുന്നു അയാൾ. അങ്ങേർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായപ്പം ഒരു ചെറിയൊരു നിമിഷത്തിൽ തോന്നിപ്പോയതായിരിക്കും ആത്മഹത്യ എന്നുള്ള ഒരു കാര്യം. ആ സ്പോട്ടിൽ തന്നെ പുള്ളിക്കാരൻ അത് ചെയ്യുകയും ചെയ്തു. ഇവളെന്തോ നേടി, ആ വീട്ടുകാർക്ക് ഇല്ലാണ്ടായില്ലേ? ആ വീട്ടുകാർക്കല്ലേ ഇല്ലാണ്ടായത്? ആ മരണം, അതായത് ആ മനുഷ്യൻ്റെ ബോഡി വീട്ടിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ അമ്മ കിടന്ന് കരയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. ഇതൊക്കെ ഇവളും കണ്ടോണ്ടിരിക്കുമായിരിക്കുമല്ലോ അല്ലേ? സന്തോഷമായിരിക്കും ഇവക്കല്ലേ? അവളെപ്പോലുള്ള സ്ത്രീകൾ മനുഷ്യ സ്ത്രീകളാണെന്ന് പറയാൻ പറ്റത്തില്ല, മൃഗമാണെന്ന് പറയാൻ പറ്റത്തില്ല. സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി, റീച്ചിന് വേണ്ടിയിട്ട് എന്തും കാട്ടിക്കൂട്ടുന്ന കുറെ പെണ്ണുങ്ങൾ. ഇതിനൊക്കെ എന്ത് പറയുന്നത്? ഇങ്ങനൊക്കെ ഓരോരുത്തവന്മാർ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് സത്യസന്ധമായിട്ട് ഒരു ദുരനുഭവം ഒരു പെണ്ണിനുണ്ടായി. ഒരു പുരുഷൻ ഒരു പെണ്ണിനെ എന്താ പറയുക, പെണ്ണിനോട് മോശമായിട്ട്, അത് ബസ്സിലായിക്കോട്ടെ അല്ലാതെ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചായിക്കോട്ടെ, ഇവള് ഇതേപോലെ പ്രതികരിക്കുവാണെങ്കിൽ ഇങ്ങനെ ഉള്ളവളുമാരല്ലേ സത്യസന്ധമായിട്ട് നിൽക്കുന്ന പെണ്ണുങ്ങളെയും കൂടെ പറയിപ്പിക്കാനായിട്ട് നടക്കുന്നത്? അതല്ലേ ചെയ്യുന്നത്? അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും, പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഏതെങ്കിലും ഒരു വീഡിയോ പബ്ലിഷ് ആക്കി കഴിഞ്ഞാൽ അത് കാണുന്നവർക്ക് മനസ്സിലാവും അത് ശരിക്കും ഉള്ളതാണോ അതോ ക്രിയേറ്റ് ചെയ്യുന്നതാണോ, ആരെയെങ്കിലും മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണോ എന്ന് നമുക്കത് കാണുമ്പോഴേ മനസ്സിലാവും. അതൊരു പോസിറ്റീവാണ്. അതും കൂടി പുള്ളിക്കാരൻ ഒന്ന് ചിന്തിക്കായിരുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എപ്പോഴും ജീവനോടെ കണ്ടേനെ. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് അല്ലാത്ത, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളില്ലാത്ത ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ ഒരു മനുഷ്യൻ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാനോ താങ്ങാനോ ഉള്ള മനഃശക്തി അവരെ പോലുള്ളവർക്കൊന്നും കാണത്തില്ല. അതുകൊണ്ട് ഇതേപോലത്തെ കുറേ പരനാറി പെണ്ണുങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളിങ്ങനെ റീച്ചിന് വേണ്ടിയിട്ടും വീഡിയോ വൈറലാക്കാൻ വേണ്ടിയിട്ടും സ്വന്തം കാര്യം നോക്കി ഇങ്ങനെയൊക്കെ ഓരോന്ന് പടച്ചു വിടുമ്പോൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കും ഒരു കുടുംബവും അവർക്കും വീട്ടുകാരും നാട്ടുകാരും അവർക്ക് നാണവും മാനവും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് ഓർക്കണം. ഇതേപോലെയുള്ള പരനാറി പെണ്ണുങ്ങളൊന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും.